உண்டான காயமெங்கும் தன்னாலே ஆறி போன மாயம் என்ன பொன்மானே பொன்மானே எந்த காயமான போதும் என் மேனி தாங்கிக் கொள்ளும் தென்மேனி தாங்காது செந்தேனே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அதான் அதை எழுத நினைக்கையில் வார்த்தை முட்டுது. പ്രമാദം കവിത കവിത. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു സോയ കറിക്ക് നമുക്ക് വേണ്ടത് ജസ്റ്റ് 2 സവാള പിന്നെ ഒരു തക്കാളി. ഞങ്ങൾ 2 പേർക്ക് വേണ്ടിയിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും, അല്ലെങ്കിൽ ആൾക്കാർക്കനുസരിച്ച് ആവശ്യാനുസരണം എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സവാള ഒന്ന് വെട്ടി അരിയുന്ന പരിപാടിയാണ്. നമ്മൾ കുനുകുനാന്നരിയണം. അതിനു വേണ്ടി ആദ്യം ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു അരിയൽ പരിപാടിയാണ് ആദ്യം. പിന്നെ ഉള്ളി അരിയുന്ന സമയത്തിന് ഗേറ്റ് ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പ്രൊമോ ഉണ്ട്. അത് ഗേറ്റ് താല്പര്യമുള്ളവർക്ക്, എഴുതാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരാവുന്നതാണ്. ആ സമയത്തേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞ് തീർക്കും. ഗേറ്റ് ആസ്പിറൻസിനായി ഫിസിക്സ് വാല അവരുടെ ഗേറ്റ് ബാച്ചുകൾ ഇപ്പോൾ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിന് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ESE നോൺടെക് 2025 ബാച്ചസും അതേപോലെ തന്നെ ഗേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ബാച്ചുകളും ഈ ഡിസ്കൗണ്ടിൽ പെടും. മറ്റ് ബാച്ചുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ESE നോൺടെക് 2025 Super 1500 Gate 2025 batch English medium. Gate 2025 test series 95+ tests are available. Vijay 2.0 rank improvement batch B for Gate 2025. Parakram Gate 2026 batch English batch ആണ്. ശ്രേഷ്ഠ ഗേറ്റ് 2027 ബാച്ച് അത് ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ് മീഡിയം ആണ്. ശ്രേഷ്ഠ 2.0 ഗേറ്റ് PSU ആൻഡ് പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT. ശ്രേഷ്ഠ ഗേറ്റ് 2027 PSU ആൻഡ് പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ ബാച്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT. അതുപോലെ തന്നെ ഗേറ്റ് ഖസാന ബാച്ചസിൻ്റെ സ്പെസിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 2027 ബാച്ചിൻ്റെതാണിത്. ഇത് 2026 ബാച്ചിൻ്റെ സ്പെസിഫിക്സ് ആണ്. ഇവരുടെ കോർ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലെക്ചേഴ്സ് ആൻഡ് ടെസ്റ്റ് പ്ലാനേഴ്സ് അവൈലബിൾ ആണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ്സസ്, ഗേറ്റ് പാറ്റേണിലുള്ള MCQ MSQ ഫോമാറ്റുള്ള ക്വസ്റ്റ്യൻസ്, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ഷീറ്റ്സ്, ലൈവ് പ്രോബ്ലം ഡിസ്കഷൻസ് ഓഫ് പ്രാക്ടീസ് ഷീറ്റ്സ്, ഡൗട്ട് എൻജിൻ, റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റുകൾ, വീഡിയോ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ ഗേറ്റ് PSU ESE പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ് ഇവർ തരുന്നത്. അതുപോലെ ഇവരുടെ ഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ്. ചാപ്റ്റർ വൈസ് സൊല്യൂഷൻസും QR എംബഡഡ് വീഡിയോ സൊല്യൂഷൻസും ഉൾപ്പെടെ ഗേറ്റിന് വേണ്ടി ക്യൂറേറ്റഡ് ആണ് ഈ ബുക്സ്. നമ്മുടെ കൂപ്പൺ കോഡ് AR500 ഉപയോഗിക്കാൻ മറക്കണ്ട. അടുത്തത് ഒരു തക്കാളി എടുത്ത് നേരത്തെ ഉള്ളി അരിഞ്ഞതുപോലെ അങ്ങ് അരിയുക. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ അരിയാനാണ്. അതുകൊണ്ട് ഏത് സാധനമായാലും ഞാൻ അങ്ങനെ തന്നെ അരിയും. അടുത്തത് നമ്മുടെ സോയ പ്രിപ്പറേഷനാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക, തിളപ്പിക്കുക. ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ സോയ ഇട്ട് കൊടുക്കുകയും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയും വേണം. ഈ പരിപാടി എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സോയ ചങ്ക്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് പൊതുവേ ഒരു മൊഷഡൻ സ്വഭാവമുള്ള ആളാണ്, ഭയങ്കര റഫ് ആൻഡ് ടഫാണ്. ആ ഹാർഡ്നെസ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് സോഫ്റ്റ് ആക്കാനാണ് നമ്മൾ ഈ വെള്ളപ്രയോഗം നടത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മൾ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഒരു 10-25 എണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ എണ്ണിയൊന്നുമല്ല എടുക്കാറ്, അങ്ങനെ എടുത്തു. എന്തായാലും ഇനി ഇവനെ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും.
കുന്തം കളഞ്ഞ കുടത്തിൽ നപ്പണം എന്നാണല്ലോ. ആവശ്യാനുസരണം ഉപ്പ് വാരി വിതറിയ ശേഷം ഫ്രിഡ്ജ് വെച്ചില്ലല്ലോ, നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഇങ്ങോട്ട് പിടിക്കട്ടെ. അങ്ങനെ ഇളക്കി ഒരു പരുവാക്കിയ ശേഷം കുറച്ച് നേരം ബോയിൽ ചെയ്തിട്ട് 2 മിനിറ്റ് ബോയിൽ ചെയ്തിട്ട് വെളിയിലെടുക്കുക. കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മയപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ അതിനെ പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സാണ്. വെള്ളത്തോടെ ഒന്നും നമ്മൾ ബാക്കി കുക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് തന്നെ അങ്ങ് പിഴിഞ്ഞ് മാറ്റി അങ്ങ് വെച്ചിരുന്നാൽ മതി. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികൾ വരുന്നത്. തീയുമായിട്ടുള്ള കളികളൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മളൊരു പാൻ എടുത്തു, അത് കഴുകി ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് നമ്മൾ വുഡ് പ്രസ്ഡ് ഗ്രൗണ്ട് നട്ട് ഓയിൽ ഒഴിക്കുകയാണ്. നിങ്ങൾ ഏത് ഓയിലോ ഒഴിച്ചോളൂ, നമ്മുടെ കയ്യിലുള്ളത് ഈ ഓയിലാണ്, അതുകൊണ്ട് ഈ ഓയിൽ ഒഴിച്ചു. അപ്പോൾ എണ്ണ നമ്മളിട്ടു. എണ്ണ ഇട്ടാൽ പിന്നെ അതിൻ്റെ മുകളിൽ കടുകിടണം എന്നാണല്ലോ ഒരു പ്രകൃതി നിയമം. അതുകൊണ്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് കടുകിടും. ഇനി ഒരു മാസ്റ്റർ ഷെഫ് ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ പാനൊക്കെ ഒന്ന് എടുത്ത് കറക്കി വെക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് കിട്ടും, നമ്മൾ എന്തൊക്കെയോ ആണെന്നുള്ളൊരു മനസ്സിലൊരു സന്തോഷം വരും. പിന്നെ കടുക് പൊട്ടുന്ന ഒരു പടക്കേ സൗണ്ട് കേട്ട് സന്തോഷിച്ച് ലേശം കൂടെ കടുകിട്ട് കൊടുക്കും. അതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ അറേഞ്ച്ഡ് ആണോ എന്ന് നോക്കും. പൊടി ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാണ്. ഉപ്പ്, മഞ്ഞൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ആശീർവാദ് മുളക് പൊടി, ഇത് ഗരം മസാല. ഓക്കെ, ഇതിലൊന്നും നമ്മളൊരു ഭേദഭാവം കാണിക്കാറില്ല. കൈ കിട്ടുന്ന എല്ലാ പൊടികളും നമ്മൾ ഇടും. അങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ആദ്യത്തെ ഇര വെട്ടി നുറുക്കിയ ഉള്ളി നമ്മളതിനകത്തേക്ക് ഇട്ടു. ആ ചെറു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ആഹ്ലാദം, കുളിർമ, ആശ്വാസം എല്ലാം കിട്ടും. അങ്ങനെ ഉള്ളി മൊത്തം അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് പിടിക്കട്ടെ, ഒന്ന് കളറൊക്കെ ഒന്ന് ലൈറ്റ് കളറൊക്കെ ഒന്ന് ബ്രൗൺ ആവട്ടെ. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റെപ്പാണ്, തിളച്ച എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിമൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം, അതിലൊന്നും ഒരു കാര്യമില്ല. ഇഷ്ടപ്പെട്ട ഫ്ലെയിമിൽ നമുക്ക് വയ്ക്കാം, എല്ലാം നമ്മുടെ ചോയ്സാണ്. അങ്ങനെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ. നമ്മൾ അടുത്ത തക്കാളി വെട്ടി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കും. ഓക്കെ, ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം, എക്സ്ട്രാ ടേസ്റ്റ് വരട്ടെ. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു. അവനും ലൈറ്റായിട്ട് ബാക്കിയുള്ള എണ്ണയൊക്കെ കുറച്ച് അവനിലും ഒന്ന് പിടിച്ചോളും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിടും. ഇതിനകത്ത് ഈ ഓർഡറിലൊന്നും നമുക്ക് ഒരു കാര്യമില്ല, ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, എല്ലാം ഇതിൽ പിടിച്ചോളും. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ മുളക് പൊടി ഇടാവുന്നൊന്നുമില്ല. ഞാനിവിടെ ആ പെട്ടി ഞാൻ എങ്ങനെയോ എടുത്ത് വെച്ച ഓർഡറിൽ തന്നെ ഞാൻ അങ്ങ് ഇട്ട് പോവുകയാണ്. മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടു, അതിനുശേഷം നമ്മൾ അടുത്ത പൊടി മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് തുടങ്ങിയവ വരിയായി ഇട്ട് കൊടുക്കും. നമ്മുടെ കറിക്ക് കളർ കൊടുക്കുന്നത് ഈ മുളക് പൊടിയാണ്. അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്. ഒരു കളറൊക്കെ വരട്ടെ, കാണുമ്പോൾ ഒരു രസം ഉണ്ടാവണമല്ലോ. പിന്നെ ഓഫ് കോഴ്സ് ടേസ്റ്റിന് വേണ്ടി ഗരം മസാല നമ്മൾ ഇടണം. അങ്ങനെ അതും ഇട്ട ശേഷം നമുക്ക് കുറച്ച് നേരം ഇവനെ ഒന്ന് ഇളക്കി കൊടുക്കാം.
മാർഗഴി മാസത്ത് പനിത്തുളി അവളത് നനയാകും. ഓ മാസത്ത് പനിത്തുളി അവളത് നനയാകും. മുഖമാകും മൈലിക അവളത് മണമാകും. പനിത്തുളി അവളത് നനയാകും. ഓ ഇത്രയും നമ്മൾ സക്സസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് നന്നായിട്ട് വെള്ളത്തിലൊക്കെ കുതിർന്നൊന്ന് കുക്കായി വരാൻ വേണ്ടി. വെള്ളത്തിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ മതി. നമ്മൾക്കത് കാണുമ്പോൾ പാൻ കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ആ സോയയിലൊക്കെ ഒന്ന് വെള്ളം ടച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ബാക്കി വരുന്ന വെള്ളം നമ്മൾ കുടിക്കുക. ബി ഹൈഡ്രേറ്റഡ്. സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ. നിറയുക സിരകളിൽ അനുപമലഹരികളെ. പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും. സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ. കാതിനോരമാരു പാടി. തിരിതിരിനറുതിരിയുടെ കതിരൊളിയോമൽ ചേലോടെ. മിഴീണ ചിമ്മി തൊഴുതുണരാനിന്നെന്താണെന്താണോ യോമൽ ചേലോടെ. മൺചിരാകിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ. പൂന്തന്നൽ വന്നാലും വാടാതെ നിന്നാളും താരാ ജാലങ്ങളോ. നമ്മുടെ സോയ കറി തിളച്ച് പൊങ്ങി വരുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗ്രേവിഷ് കറിയാണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റിൽ നിർത്താം. അല്ല കുറച്ചുകൂടെ ഡ്രൈ ആവണമെങ്കിൽ കുറച്ചുകൂടെ എന്താക്കാം, ചൂടാക്കാം. ലേശം കൂടെ ഡ്രൈ കറി എടുക്കാം. അങ്ങനെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റി സോയ കറി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള പുതിയ പുതിയ കണ്ടൻറ്റുകളുമായി നമ്മുടെ ചാനൽ ഇനിയും വരുന്നതാണ്. അപ്പോൾ അത് കാണാനായിട്ട് തീർച്ചയായും എന്ത് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ടൈം ആൾസോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ പറയുക. ഓക്കെ.